ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, സുവിശേഷീകരണം ആധുനിക യുഗത്തിൽ വളരെയധികം പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്നതായ ഈ അവസരത്തിൽ മീഡിയയിലൂടെയുള്ള സുവിശേഷീകരണത്തിൽ നമുക്കും ഒരു ഭാഗവാക്കായി തീരുവാൻ ദൈവം ഇടയാക്കിയതിനാൽ മുന്നമേ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. വിശുദ്ധ കന്യാമറിയാമിലൂടെ ദൈവത്തിൻ്റെ മാലാഖയുടെ അറിയിപ്പിനാൽ ഈ ലോകത്തിലേക്ക് ദൈവപുത്രനെ അയക്കുമെന്നും അവൻ ഈ ലോകത്തിൽ മനുഷ്യകുലത്തിൻ്റെ പാപത്തെ അകറ്റി സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടർത്തി ദൈവിക അംശത്തിലേക്ക് നമ്മെ മാറ്റുന്നതായ അവസ്ഥയ്ക്കാണല്ലോ മനുഷ്യാവതാര രഹസ്യമെന്ന് പറയുന്നത്. ഈ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ പൂർത്തീകരണമാണ് കാൽവറിയിലെ ക്രൂശ്. ആ ക്രൂശിനെ മനുഷ്യ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്ന വഴിയാണ് സുവിശേഷീകരണം. കാൽവറിയിലെ ക്രൂശിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ആ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നതാണല്ലോ സദ്വാർത്ത. ആ സദ്വാർത്ത മലങ്കര TV-യിലൂടെ അനേകരെ ദൈവത്വങ്കിലേക്ക് അടുപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അതാണ് നമ്മുടെയും സദ്വാർത്ത. ഈ ലോകത്തിൽ കാണുന്നത് എല്ലാം അഴിഞ്ഞു പോകും, എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം ഒരിക്കലും അഴിഞ്ഞു പോകുകയില്ല. ഈ തിരുവചനം മുൻനിർത്തിക്കൊണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ, ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും ദൈവിക കൃപകളും അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം കേൾവി മുഖാന്തരം നിങ്ങളെ ദൈവം 30, 60, 100 മേനിയായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സത്യവചനത്തിൽ നമ്മോടൊപ്പം ഉള്ളത് ഇത്രയും ബഹുമാനപ്പെട്ട തോമസ് പള്ളിയാമ്പലച്ചനാണ്. ഈ തിരുവചനം ശ്രവിച്ചുകൊണ്ട് നമ്മെ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. എല്ലാവിധമായ കൃപകളും അനുഗ്രഹങ്ങളും ദൈവം നമ്മിൽ ചൊരിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ച് നമുക്ക് തിരുവചനത്തിലേക്ക് കടക്കാം. ദൈവത്തിൻ്റെ സ്തുതി. കർത്താവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ഇന്നും ജീവിക്കുന്നതിനായ യേശുമിശിഹായുടെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കട്ടെ. ഇനിയുള്ള ചില ആഴ്ചകളിലൂടെ വിശുദ്ധ പൗരോഹിത്യം എന്താണ്, അതിൻ്റെ മഹത്വം എന്താണ്, അതിലൂടെ ദൈവം നമുക്ക് നൽകുവാൻ കാക്ഷിക്കുന്നതായ വലിയ അനുഗ്രഹങ്ങളോ വരദാനങ്ങളോ എന്താണ് എന്നതും, പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകമായ വിളി ലഭിച്ച ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം പലപ്പോഴും ദൈവത്തിൻ്റെ പുരോഹിതന്മാർ അനുഭവിക്കുന്ന വേദനകൾ, പൗരോഹിത്യ ശുശ്രൂഷയിലെ പരാജയങ്ങളും ദുരന്തങ്ങളും പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുമ്പോൾ ഇത്രയേറെ വേദന തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ക്ലാസ് രൂപേണ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അഭിനേതാവായ എൽദോമോർത്തിത്തോസ് തിരുമേനി ഇക്കാര്യത്തിൽ ബലഹീന എന്നെ ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നതും നന്ദിയോടെ ഓർക്കുകയാണ്. 3 മേഖലകളിൽ അല്പം ചില വിശദീകരണങ്ങൾ നൽകുവാനാണ് ഈ ക്ലാസ്സുകളിലൂടെ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത് ചിലരുടെ സംശയത്തിൻ്റെ മേഖലകളിലാണ്. യേശുക്രിസ്തു നിത്യ മഹാപുരോഹിതനാണ്, അതുകൊണ്ട് ഇനി പുരോഹിതന്മാരുടെ ആവശ്യമില്ല, എല്ലാവരും പുരോഹിതന്മാരാണ് എന്ന് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചില സഭാ വിഭാഗങ്ങളിൽ നിന്ന് ആളുകൾ നമ്മുടെ ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ
തിരിച്ചു പറയുവാനായിട്ട് നമ്മുടെ പല വിശ്വാസികൾക്കും വേണ്ട വേദപരിജ്ഞാനം ഇല്ലാതെ പോകുന്നത് ഒരു പോരായ്മയായി പലപ്പോഴും തോന്നിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിശുദ്ധ സഭയുടെ പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഈ സംശയത്തിൻ്റെ മറുപടി എന്നത് നാം ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തനിക്ക് വസിക്കുവാനും തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുവാനുമായി ചില സ്ഥലങ്ങൾ വേർതിരിക്കുന്നത്, ചില വ്യക്തികളെ, ചില വസ്തുക്കളെ, ചില സ്ഥലങ്ങളെയൊക്കെ ദൈവം വിശുദ്ധീകരിച്ച് വേർതിരിക്കുന്നതായി നമുക്ക് തിരുവനന്തപുരം പഠിക്കാനായിട്ട് കഴിയും. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട വിശുദ്ധമായ സ്ഥലങ്ങളിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ പുരോഹിതന്മാരിലൂടെയാണ്, അഭിഷിക്തന്മാരിലൂടെയാണ് ദൈവം അന്നും ഇന്നും പ്രവർത്തിക്കുന്നത് എന്നത് പല ആളുകളും മറന്നു പോകുന്നൊരു കാര്യമാണ്. പഴയ നിയമത്തിൽ മോശയിലൂടെ ദൈവം ചെയ്ത വൻകാര്യങ്ങൾ നമുക്കറിയാം. പുതിയ നിയമത്തിൽ സ്ലീഹന്മാരിലൂടെ ദൈവം ചെയ്തത്, അവരുടെ പിന്തുടർച്ചക്കാരിലൂടെ ദൈവം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ വലിയ ശുശ്രൂഷയുടെ മഹത്വം നാം പലപ്പോഴും വേണ്ടവണ്ണം മനസ്സിലാക്കുന്നുണ്ടോ എന്നത് സംശയമാണ്. എന്നാൽ ദൈവം തെരഞ്ഞെടുത്ത പുരോഹിതന്മാരിലൂടെ ദൈവം ജനത്തെ അനുഗ്രഹിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിലും ചില ആളുകൾ ഈ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ആളുകളുടെ അടുത്തു നിന്നും ശാപവും വേദനയും വാങ്ങി കുടുംബങ്ങൾ തകർന്ന പരിപ്പണമായ കാഴ്ചകളും മനസ്സിന് വേദന തന്ന മറ്റൊരു കാര്യമാണ്. ഈ മേഖലയിൽ നാം കുറെ ഈ ക്ലാസ്സുകളിലൂടെ പഠിച്ചു കഴിയുമ്പോൾ മാറ്റം ഉണ്ടാകുമെന്ന് ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. മൂന്നാമത്തെ മേഖല എന്ന് പറയുന്നത് ഈ പ്രത്യേകമായ പൗരോഹിത്യ വിളി കിട്ടിയ ആളുകൾ തങ്ങളുടെ വിളിയുടെ മഹത്വവും ആ വിളിയുടെ പദവിയും എന്താണെന്ന് പലപ്പോഴും വേണ്ടതുപോലെ മനസ്സിലാക്കാതെ, വേണ്ടത്ര ഗൗരവമോ ചിലരിലെങ്കിലും വേണ്ടത്ര ആത്മാർത്ഥതയോ കാണിക്കാതെ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ പ്രിയമുള്ളവരെ, അതുവഴി ഉണ്ടാകുന്ന പോരായ്മയുടെ മേഖലകളിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നടക്കാതെ വരുന്നതിൻ്റെ ആ പരാജയത്തിൻ്റെ മേഖലകളിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയുമാണ് ഈ ക്ലാസ്സുകളിലൂടെ ഞാനിപ്പോൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നല്ല പുരോഹിതന്മാരും നല്ല വൈദിക ശ്രേഷ്ഠരും നല്ല ഭക്തജീവിതം വയ്ക്കുന്ന വിശ്വാസികളും നമ്മുടെ സഭയിൽ ധാരാളമുണ്ട് എന്ന സത്യം മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത്. എന്നാൽ വളർന്നു വരുന്ന തലമുറയിൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് വേണ്ടത് പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ സാഹചര്യങ്ങൾ ഇന്ന് വളരെ കുറവാണ് എന്നതും ഇത്തരം ഒരു ക്ലാസ് പഠിക്കുവാനായിട്ട് പ്രേരണ നൽകി ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നൽകിയ ഈ വലിയ വിളിയുടെ മഹത്വം എന്താണെന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് സുറിയാനി സഭ പഠിപ്പിക്കുന്നത് അതിൻ്റെ പ്രാർത്ഥനകളിലൂടെ, പിതാക്കന്മാരുടെ എഴുത്തുകളിലൂടെയാണ്. പിതാക്കന്മാർക്ക് പരിശുദ്ധാത്മാവ് നൽകിയ നല്ല ബോധ്യങ്ങൾ ഗദ്യരൂപേണയും പദ്യരൂപേണയും പുസ്തകരൂപേണയും ദൈവം നമുക്കായി കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. പക്ഷേ നാം അതൊക്കെ വേണ്ടതിൽ പ്രയോജനപ്പെടുത്തുന്നോ എന്നത് സംശയമുള്ളൊരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ശനിയാഴ്ച മൂന്നാമനുടെ യാമപ്രാർത്ഥനയിലെ പിതാക്കന്മാർ എങ്ങനെയാണ് പൗരോഹിത്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? പാട്ടിലൂടെ ഭൂമിയിലെ രാജ്യത്വം മാനുഷിക നിയമങ്ങളാൽ നിലനിർത്തപ്പെടുന്നു, എന്നാൽ പൗരോഹിത്യമാവട്ടെ സ്വർഗീയ നിയമങ്ങളാൽ നിലനിർത്തപ്പെടുന്നതാണ്. രാജ്യത്വം ഭൂമിയിൽ മാത്രം അധികാരമുള്ളതാണെങ്കിൽ പൗരോഹിത്യം സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ളതാണ്. നോക്കുക,
ഭൂമിയിലെ ഒരു രാജാവിന് ഈ ലോകത്ത് മാത്രമേ അധികാരമുള്ളൂ. ഒരു ഭരണാധികാരിക്ക്, ഒരു പ്രസിഡന്റിന്, ഒരു പ്രധാനമന്ത്രിക്ക് ഈ ഭൂമിയിൽ മാത്രമേ അധികാരമുള്ളൂ. എന്നാൽ ദൈവം വേർതിരിക്കുന്ന ഒരു പുരോഹിതനാകട്ടെ ഭൂമിയിലും സ്വർഗത്തിലും അധികാരമുണ്ട് എന്നാണ് തിരുവചനങ്ങളുടെ പിൻബലത്തോടെ യാക്കോബായ സുറിയാനി സഭ വിശ്വസിക്കുന്നത്, പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കാര്യത്തിൽ നമുക്ക് ആഴത്തിലുള്ള ഒരു പഠനം ആവശ്യമാണ്. ദൈവം അതിനുള്ള കൃപ നമുക്ക് ഈ ദിവസങ്ങളിൽ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു നിമിഷം തലകളെ വണക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ്സുകൾ ആരംഭിക്കും. ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്നവനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വീണ്ടും ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, ഏദൻ തോട്ടത്തിൽ വെച്ച് ആദ്യ മനുഷ്യന് നൽകിയതായ പൗരോഹിത്യപരവും രാജ്യത്വ പ്രവചനപരവും അങ്ങയുടെ മക്കളായ ഞങ്ങൾക്കും അവിടുന്ന് ഇന്ന് പ്രദാനം ചെയ്യുന്ന വലിയ കരുണയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. വലിയ ആഗ്രഹത്തോട് വലിയ പ്രത്യാശയോടും കൂടെ ബലഹീന മനുഷ്യനെ അവിടുന്ന് വിളിച്ചു വർദ്ധിച്ച് അങ്ങയുടെ ദൈവത്വത്തിൻ്റെ രാജ്യത്വ പദവിയിലേക്ക് അവിടുന്ന് വിളിച്ചു വർദ്ധിക്കുമ്പോൾ അങ്ങയുടെ പൗരോഹിത്യത്തിൻ്റെയും ദീർഘദർശനത്തിൻ്റെയുമായ വലിയ പദവിയിലേക്ക് ഞങ്ങളെ വിളിച്ചു വർദ്ധിക്കുമ്പോൾ താവേ, ഒരു പുരോഹിതന്റെ പദവിയുടെ മഹത്വം, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ മഹത്വം എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കുവാൻ ഞങ്ങൾ തന്നെ ഒരു ആത്മവിമർശനം നടത്തി സഭയെ നവീകരിക്കുവാൻ, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ കൂടുതൽ ലഭ്യമാകുവാൻ അങ്ങയുടെ പദ്ധതിയോട് സഹകരിച്ചു, അങ്ങയുടെ നിയമങ്ങളെ അനുസരിച്ചു ഞങ്ങളുടെ സഭാജീവിതവും ആത്മീയ ജീവിതവും കെട്ടിപ്പണിയുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവായ ദൈവമേ, പൗരോഹിത്യത്തിലൂടെ അവിടുന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. അവിടുന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുവാനും കേൾക്കുന്നത് അനുസരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. കർത്താവെ, ഈ വിഷയത്തെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുവാനുള്ള യോഗ്യത ഒന്നുമില്ലാതെ എന്നിട്ട് ബലഹീനദാസനാടിയനെ ഈ ഒരു ക്ലാസ്സിന് വേണ്ടി അവിടുന്ന് ഒരുക്കിയ കാരണയ്ക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ വചന പഠനം, ഈ വിഷയ പഠനം ബലഹീനാടിയൻ കേൾക്കുന്നതിനും മക്കൾക്കും എല്ലാ വിശുദ്ധന്മാർക്കും വലിയ ആത്മിക ഉണർവിന്, ചുമതല ബോധത്തിന്, സഭയുടെ നവീകരണത്തിന് എല്ലാം കാരണമാക്കി തീർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. താവേ, അടിയന്റെ ബലഹീനതയിൽ താങ്ങായിരിക്കണമേ. അങ്ങ് തന്നെ ഈ ക്ലാസ് ഏറ്റവും അനുഗ്രഹീതമായ നിലയിൽ ഞങ്ങൾക്കായി നടത്തി തരണമേ. പ്രാർത്ഥനയുടെ നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധാലയവും മാതാവിൻ്റെയും ഞങ്ങളുടെ എല്ലാ കാൽപിതാക്കന്മാരുടെയും എല്ലാ പുണ്യപ്പെട്ടവരായ സഭാപിതാക്കന്മാരുടെയും പ്രാർത്ഥനയും അടിയങ്ങളെ ആശ്രയിക്കുന്നു. അവ ഞങ്ങൾക്ക് ബലമുള്ള കോട്ടയായിത്തീരണം. നറുവഴി കാട്ടുന്ന നല്ല പാതയായിരിക്കണം. പ്രാർത്ഥനയുടെ സ്തുതിക്കുന്നു. സർവ്വ ഞങ്ങൾ കാഞ്ചു തന്ന യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ ത്രിയേക ദൈവത്തിനെ സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ സിഖ് മതത്തിൽ നിന്ന് സത്യാന്വേഷണ ആഗ്രഹം കൊണ്ട് യേശുവിൻ്റെ ദർശനം നേരിട്ട് ലഭ്യമായി ക്രിസ്ത്യാനിയായി മാറിയ സാധു സുന്ദർ സിംഗിനെ കുറിച്ച് നമുക്കൊക്കെ അറിവുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ സ്കൂളിൽ നിന്ന് മടങ്ങി വന്ന ഒരു പെൺകുട്ടി സാധു സുന്ദർ സിംഗ് റോഡിലൂടെ നടന്നു പോകുന്നത്. ആ പെൺകുട്ടി വീട്ടിൽ ചെന്ന് അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, മമ്മി, ഞാൻ ഇന്ന് യേശുവിനെ പോലെ ഉള്ള ഒരാള് റോഡിലൂടെ നടന്നു പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. ഇംഗ്ലണ്ടില് അദ്ദേഹം
അങ്ങനെയുള്ള ചില കുട്ടികളും ഇതുപോലെ തന്നെ അഭിപ്രായം പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, യേശുവിനെ പോലെ നടക്കുന്ന ഒരു മനുഷ്യൻ, അതാണ് പുരോഹിതൻ. 20 നൂറ്റാണ്ടിനപ്പുറം ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളിയുന്ന ദൈവത്തിന്റെ പുത്രന്റെ പ്രതിരൂപങ്ങൾ യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തിത്വങ്ങൾ, അവരാണ് പുരോഹിതന്മാർ. അവരായിരിക്കണം പുരോഹിതന്മാർ. പ്രിയ സഹോദരങ്ങളെ, പുരോഹിതന്മാർ അങ്ങനെ തന്നെയുള്ളവരാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ. സ്വയം ശൂന്യനാക്കി, സ്വയം ശൂന്യവൽക്കരിച്ച് യേശുവിന്റെ പിന്നാലെ അവൻ തരുന്ന സഹനങ്ങളും വഹിച്ചുകൊണ്ട് അവന്റെ ക്രൂശിനെ നോക്കി അവന്റെ കാലടികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ദൈവത്തിന്റെ പുരോഹിതൻ. 1 പത്രോസ് 2:21 നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ അനുകരിക്കാൻ അവന്റെ ചുവടുകളെ പിന്തുടരുവാൻ യേശു നമുക്കായി ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. നോക്കുക, യേശുവിന്റെ കാൽപാദങ്ങളിൽ ചവിട്ടി നടന്ന് യേശുവിന്റെ പ്രതിരൂപങ്ങളായി, യേശുവിനെ പ്രതിബിംബിപ്പിക്കുന്നവരായി, യേശുവിന്റെ സ്നേഹവും കരുണയും വാത്സല്യവും നന്മയും സന്തോഷവും അനുഗ്രഹവും ഒക്കെ കൊടുക്കുന്ന വ്യക്തികളായി, അഥവാ ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിന്റെ പിന്തുടർച്ച ശുശ്രൂഷ ചെയ്യുന്ന ആളുകളായി മാറുവാൻ ദൈവം വിളിച്ചു അവതരിച്ചവരാണ് പുരോഹിതന്മാർ. പ്രിയമുള്ളവരെ, പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രീസ്റ്റ്, പ്രസ്ബിറ്റർ, കാശീശോ, വൈദികൻ, അച്ഛൻ, ഈ പേരിലൊക്കെ നമുക്ക് ചില ആളുകളെ പരിചയപ്പെടാനായിട്ട് കഴിയും. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? മലയാളത്തിൽ പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം പുരോഹിതൻ, ഉയരത്തിൽ വസിക്കുന്നവന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് പുരോഹിതൻ. അഥവാ ഉയരത്തിലുള്ളവൻ ഇഷ്ടമുള്ള ആളുകളാണ് പുരോഹിതന്മാർ. ഈ സഹോദരങ്ങളെ, ഉയരത്തിൽ വസിക്കുന്ന ഒരു ദൈവം തൻ്റെ മനസ്സിന് ചേർന്ന, സ്വഭാവത്തിന് ചേരുന്ന, ഇഷ്ടം ചെയ്യും എന്ന് ബോധ്യമുള്ള ചിലർക്ക് പ്രത്യേകതരം വിളി കൊടുക്കും. ദൈവത്തിന്റെ പുരോഹിതനാവുക എന്നത് ഒരു സ്പെഷ്യൽ കോളിംഗ് ആണ്. പലരുടെയും ധാരണ ആർക്കും പുരോഹിതനാകാമെന്നാണ്. പ്രിയമുള്ളവരെ, അത് തെറ്റായൊരു ചിന്തയാണ്. ബുദ്ധിയും ഓർമ്മശക്തിയും കഴിവും ആരോഗ്യവും ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും ഡോക്ടറാകാം, ആർക്കും എഞ്ചിനീയർ ആവാം, ആർക്കും മാനേജ്മെന്റ് പ്രൊഫഷണലുകളായി വളരാൻ പറ്റും. പക്ഷേ ബുദ്ധിശക്തിയും ഓർമ്മയും കഴിവും ആരോഗ്യവും സൗന്ദര്യവും എല്ലാം ഉണ്ടായാലും ദൈവത്തിന്റെ പ്രത്യേകമായ വിളി കിട്ടാതെ ഒരു മനുഷ്യന് പുരോഹിതനാകാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പ്രത്യേകമായ വിളി കിട്ടിയ ആളുകളാണ് പുരോഹിതന്മാർ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും. ദൈവം മോശയെ വിളിക്കുകയാണ്. സാമാന്യ ജനത്തിനിടയിൽ നിന്ന് ദൈവം ഒരാളെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചു പറഞ്ഞിരിക്കുന്നു, ഏലിശായെ പറഞ്ഞിരിക്കുന്നു, ഏലിയാവിനെ പറഞ്ഞിരിക്കുന്നു, യിരെമ്യാവിനെ പറഞ്ഞിരിക്കുന്നു, യെശയ്യാവിനെ പറഞ്ഞിരിക്കുന്നു. പുതിയ നിലയ്ക്ക് വരുമ്പോൾ പത്രോസ്ലിഹായ 12 അപ്പോസ്തലന്മാരെ, ശൗലിനെ ഒക്കെ ദൈവം വേർതിരിക്കുകയാണ്, വിളിച്ചു വേർതിരിക്കുകയാണ്. പത്രോസ്ലിഹ എഴുതിയിരിക്കുകയാണ്, പത്രോസ്
1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, സോറി 2 പത്രോസ് ലേഖനം 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ ലോകം മുഴുവനുള്ള ക്രൈസ്തവർക്കായി എഴുത്തെഴുതുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുക: നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം പരിശ്രമിപ്പീൻ. ഏതു തരത്തിലുള്ള വിളിയാണ്, തെരഞ്ഞെടുപ്പാണ് ദൈവം എനിക്ക് നൽകിയിട്ടുള്ളതെന്ന് ഓരോ ദൈവവൈദ്യനും ഓരോ ക്രിസ്ത്യാനിയും വ്യക്തിപരമായി ഉറപ്പാക്കണം, ബോധ്യപ്പെടണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പറയുന്ന ആരാണെന്നറിയാമോ? വിലപ്പെട്ട വിശ്വാസം ലഭിച്ച വിശുദ്ധന്മാരായ ആളുകളോടാണ്. വിലയേറിയ ഒരു വിശ്വാസമാണ്, വളരെ വില കൂടിയതായ വിശ്വാസമാണ് ക്രൈസ്തവർക്ക് ലഭിച്ചതെന്ന് അവർക്ക് തന്നെ അറിയില്ല. പലതരം വിശ്വാസങ്ങൾ ഭൂമിയിൽ: ഏകദൈവ വിശ്വാസം, ബഹുദൈവ വിശ്വാസം, രാജാവിനെ ദൈവമാക്കി സ്വീകരിക്കുന്ന വിശ്വാസം, ദൈവമേ ഇല്ലെന്നുള്ള വിശ്വാസം. പ്രിയ സഹോദരങ്ങളെ, പലതരം വിശ്വാസമാണ് ഭൂമിയിലുള്ളത്. എന്നാൽ ജീവനുള്ള സത്യേക ദൈവത്തിൽ വിശ്വസിക്കുവാനും എല്ലാ മനുഷ്യരുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന രക്ഷാകര പദ്ധതി എന്താണെന്ന് അറിയുവാനുള്ള വിശ്വാസം ലഭിച്ചവർ വളരെ വിലയേറിയവരാണ്. വില കൂടിയ വിശ്വാസം കിട്ടിയവരാണ്. ലഭിച്ച വിശ്വാസത്തിന്റെ മൂല്യം തന്നെ നമുക്കറിയില്ല എന്നതാണ് സങ്കടം. പ്രിയ സഹോദരങ്ങളെ, ദൈവം തന്റെ അപ്പോസ്തലനോട് പറയുകയാണ്: പ്രിയ കുഞ്ഞേ, നിന്റെ വിളി എന്താണെന്ന് നീ തിരിച്ചറിയണം. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? തെരഞ്ഞെടുത്ത് മാറ്റിയത് എന്തിനു വേണ്ടിയാണ്? ദൈവം ചിലരെ ഡോക്ടേഴ്സ് ആകാനുള്ള വരദാനങ്ങളും ബൗദ്ധിക, ശാരീരിക, ആത്മീക സാഹചര്യങ്ങളിലാണ് സൃഷ്ടിക്കുന്നത്. അവരുടെ ജീവിത സാഹചര്യത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നതാണ്. മറ്റു ചിലർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാവാം, മറ്റു ചിലർ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യാനായിട്ട് വിളി കിട്ടിയ ആളുകളാകാം, നഴ്സുമാരായിട്ടോ ലാബ് ജോലിക്കാരായിട്ടോ ഒക്കെ ദൈവത്തിന് പ്രത്യേകമായ വിളി ഓരോരുത്തരെ കുറിച്ച് കൊടുക്കാനുണ്ട്. മറ്റു ചിലർ അധ്യാപകരാവാം, മറ്റു ചിലർ ബാങ്കിൽ ജോലിക്കാരാവാം, മറ്റു ചിലർ വീട്ടിലെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും ശ്രേഷ്ഠകരമായ രീതിയിൽ പ്രാർത്ഥനാപൂർവ്വം നിർവഹിക്കാൻ, ശുശ്രൂഷ ചെയ്യാൻ വിളികൂട്ടിയവരാവാം, അനാഥരെ ശുശ്രൂഷിക്കാൻ, വേദനിക്കുന്നവർക്ക് നന്മ പ്രവൃത്തി ചെയ്യുവാൻ, സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടാൻ. പ്രിയമുള്ളവരെ, പലതരം വിളികൾ പല മനുഷ്യർക്ക് ദൈവം പലതരം വിളികൾ കൊടുത്തതിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയാണ്, സഭയുടെ വളർച്ചയാണ്, സമൂഹത്തിന്റെ വളർച്ചയാണ്. ഓരോരുത്തരെയും വിളിച്ചത് ദൈവമാണെന്ന ഒരു വലിയ ബോധ്യം. അതാണ് ആ ശുശ്രൂഷ മേഖലകളിൽ വളരുവാനും ഉള്ള അവസ്ഥയിൽ നമുക്ക് സംതൃപ്തിപ്പെടുവാനും നമ്മെ സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം എല്ലാവരെയും വിളിക്കുന്നു എന്നത് തന്നെ നാം ചിന്തിക്കാത്തൊരു വസ്തുതയാണ്, ഓർക്കാറില്ല. 50-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം ഇതാ ആകാശത്തെയും ഭൂമിയെയും സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമനം വരെയും വിളിക്കുന്നുവെന്ന് ദാവീദ് എഴുതുകയാണ്. എന്താണ് പ്രിയ സഹോദരങ്ങളെ? ദൈവം മനുഷ്യനെ മാത്രമല്ല സകല ചരാചരങ്ങളെയും വിളിക്കുകയാണ്. സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമനം വരെയും ദൈവം ഭൂമിയെ വിളിക്കുകയാണ്. ഭൂമിയെ വിളിക്കുക എന്ന് വെച്ചാൽ ഭൂമിയിലുള്ള മനുഷ്യനെ വിളിക്കുക. പ്രിയമുള്ളവരെ, എല്ലാ മനുഷ്യർക്കും ദൈവം പൊതുവായി വിളി കൊടുക്കുന്നുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരിക. മനുഷ്യരായ മാറി ദൈവപുത്രൻ വിളിക്കുകയാണ്. പഴയ നിയമത്തിലും ദൈവം പൊതുവായ എല്ലാ മനുഷ്യരെയും വിളിക്കുന്ന വിളി നമുക്ക് വായിക്കാനായിട്ട് കഴിയും. യെശയ്യാവിന്റെ പ്രവചനം 55-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ: ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, വില കൂടാതെ നിങ്ങൾ വന്ന് വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുകയും വന്നു വാങ്ങി തിന്നുകയും. ദാഹിക്കുന്നവരെ പൊതുവായ വിളിയാണ്.
യേശുക്രിസ്തു പറഞ്ഞ ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ, പെരുന്നാളിൻ്റെ ലാസ്റ്റ് ഡേയിൽ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷത്തിന് 7-37 വാക്യം നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീ. തിരുവെടുത്ത് പറയുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈ ഉപമയിലൂടെ യേശു വിളിച്ചു പറയുകയാണ് എന്ന് യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തുക. ഇതിനുള്ള വ്യക്തിപരമായ വിളിയല്ല. കർത്താവ് പൊതുവായി മനുഷ്യരെ വിളിക്കാറുണ്ട്. എന്നാൽ രണ്ടാമതൊരു തരം വിളിയുണ്ട്. പ്രത്യേകമായ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി, ഒരു മിഷൻ ഏൽപ്പിക്കാൻ വേണ്ടി ദൈവം ചില വ്യക്തികളെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. രണ്ടു തരം വിളികളാണ്. ഒന്ന് പൊതുവായിട്ടുള്ള ഒരു വിളി, ജനറൽ കോൾ. രണ്ടാമത്തേത് ഒരു സ്പെഷ്യൽ കോളിംഗ്. നാം മുമ്പ് പഠിച്ചതുപോലെ മോശയെ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചോടിയ ഈ ചെറുപ്പക്കാരനെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ജോലിക്കിടയിൽ നിന്ന് ദൈവം വിളിക്കുക. മോശേ, അത് മോശയ്ക്ക് മാത്രമായിട്ടുള്ള വിളിയാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചു പറഞ്ഞു, അബ്രഹാമേ, നീ നിന്റെ പിതൃഭവനത്തെ, കുടുംബത്തെ ഉപേക്ഷിക്കണം. പാലും തേനുള്ള ഒരു കനാൻ നാട് നിനക്കായിട്ട് ഒരുക്കുക. നീ അങ്ങോട്ടേക്ക് പോകും. അത് അബ്രഹാമിന് മാത്രമുള്ള വിളിയാണ്. പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ ഇരമ്യാവിനെ ദൈവം വിളിക്കുന്നത് നമുക്ക് വായിക്കുന്നു. ബാല്യം മുതൽ, ഗർഭം മുതലേ ഞാൻ നിന്നെ വേർതിരിച്ചതാണെന്ന് പറഞ്ഞ് ഇരമ്യാവിനെ കേവലം 20-ാമത്തെ വയസ്സിൽ പ്രവാചക ദൗത്യം ഏൽപ്പിക്കുന്നത് ഇരമ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിലൂടെ നമുക്ക് വായിക്കാനുണ്ട്. ഒപ്പം പത്രോസിനെ, അന്ത്രയോസിനെ, ഫിലിപ്പോസിനെ, നഥാനിയേലിനെ ഒക്കെ യേശു വ്യക്തിപരമായിട്ട് വിളിക്കുന്നത് കാണാം. ഫിലിപ്പോസിനോട്, നീ എന്റെ പിന്നാലെ വരിക, എന്നെ അനുഗമിക്കാം. പൗലോസ് അപ്പോസ്തലനെയും യേശു വിളിച്ച് വേർതിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇവിടെയൊക്കെ നാം അറിയേണ്ടത്, പഠിക്കേണ്ടത്, വിശുദ്ധ പൗരോഹിത്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വ്യക്തിപരമായൊരു വിളിയാണ്. എല്ലാവർക്കും ഇത് കിട്ടില്ല. പുരോഹിതന്മാർ ആഗ്രഹിച്ചിട്ട്, ആ പുരോഹിതന്മാരാകാനായിട്ട് ആഗ്രഹിച്ച എത്രയധികം ആളുകൾ ഇന്ന് പുരോഹിതന്മാരാകാതെ നിൽക്കുന്നതോ നമുക്ക് മനസ്സിലാക്കാം. പലരുടെയും വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ പരമാർത്ഥം, പ്രിയമുള്ളവരെ, ഇത് വിളി കിട്ടിയ ദൈവത്തിന് അഭിഷിക്തന്മാർ അറിഞ്ഞിരിക്കണം. എന്റെ വിളി ദൈവത്തിൽ നിന്നാണ്. വിളി കിട്ടിയ ആളുകൾ എപ്പോഴും മനസ്സിൽ ഉറപ്പാക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവമാണ് എന്നെ വിളിച്ചത്. ഭൂമിയിൽ ഒരു മനുഷ്യനല്ല, ഭൂമിയിലുള്ള ഒരു രാജാവുമല്ല, ഭരണാധികാരിയുമല്ല, ഒരു മനുഷ്യനുമല്ല ഒരു പുരോഹിതനാകാൻ വിളിച്ചത്. ദൈവമാണ് വിളിച്ചത്. പ്രിയ സഹോദരങ്ങളെ, ദൈവമാണ് വിളിച്ചതെങ്കിൽ രണ്ടാമത് വിളി കിട്ടിയ ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത, വിളിച്ചത് എന്റെ ഇഷ്ടം ചെയ്യാനല്ല, വിളിച്ചവന്റെ ഇഷ്ടം ചെയ്യാനാണ്. ദൈവം എന്നെ വിളിച്ചതാണ്. ദൈവമാണ് എന്നെ വിളിച്ചത്. ദൈവം എന്നെ വിളിച്ചതാണ്, എന്നെ തിരഞ്ഞെടുത്തതാണ് എന്ന് ബോധ്യമുള്ള ദൈവത്തിന്റെ മക്കൾ തങ്ങളുടെ ഇഷ്ടമല്ല ചെയ്യേണ്ടത്, വിളിച്ചവന്റെ ഇഷ്ടമാണ് ചെയ്യേണ്ടത്. 1 പത്രോസ് 2:9 നമുക്ക് പരിചിതമായ വാക്യമാണല്ലോ. നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ പ്രഘോഷിപ്പാൻ തക്കവണ്ണം നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, പുരോഹിത വർഗമാണ്. അതേക്കുറിച്ചുള്ള വിശദമായ പഠനം നാം പിന്നാലെ നടത്തും. നോക്കുക, വിളിച്ചവന്റെ നല്ല ഗുണങ്ങളെ പ്രഘോഷിക്കണം. വിളിച്ചവന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ പഠിക്കണം. യേശു പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല ഭൂമിയിലോട്ട് വന്നത്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഒരു പുരോഹിതൻ യേശുവിൻ്റെ വാക്കുകൾ മനസ്സിൽ
മനസ്സിലാക്കി പ്രതികരിക്കണം. എൻ്റെ ദൈവം എന്നെ വിളിച്ചു പറഞ്ഞിരിച്ചു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല ചെയ്യേണ്ടത്. എൻ്റെ ഇടവകയിൽ ഈ വിഷയത്തിൽ, ഈ പ്രശ്നത്തിൽ, ഈ പ്രതിസന്ധിയിൽ, ഈ കുടുംബത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടമല്ല ചെയ്യേണ്ടത്, എന്നെ അയച്ചന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. അയച്ചന്റെ ഇഷ്ടം എന്താണെന്ന് അവനോട് ചോദിക്കണം. അവൻ വെളിപ്പെടുത്തി തരും. പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു നമ്മെ വിളിച്ചത് എന്തിനാണെന്ന് നാം ആഴത്തിൽ പഠിക്കാൻ പോവുകയാണ്. പഴയ നിയമത്തിലെ വിളിയും പുതിയ നിയമത്തിലെ വിളിയും തമ്മിൽ വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിൽ ജനത്തിനും ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥനായിരുന്നുകൊണ്ട് ജനത്തിന്റെ പാപത്തിന് പരിഹാരകർമ്മം നിർവഹിക്കാൻ, യാഗങ്ങൾ അർപ്പിക്കുവാനും ഈ ജനത്തിന്റെ വേദനകളും ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും ദൈവം ഈ ജനത്തോട് പറയുന്നത് അവരെ അറിയിക്കാനും വേണ്ടിയായിരുന്നു. ദൈവിക നിയമങ്ങൾ അനുസരിച്ച് ദൈവമക്കൾ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കി ജനത്തെ പഠിപ്പിക്കുക പഴയ നിയമത്തിലെ പുരോഹിതന്മാരുടെ ചുമതലയായി. ഭൗതികവും ആത്മീയവുമായ ഒത്തിരി വിഷയത്തിൽ ദൈവിക നിയമങ്ങളെ ജനത്തിന് ബോധ്യപ്പെടുത്തുക പുരോഹിതന്റെ ചുമതല.